ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ആഗോള സഭയോട് ചേർന്ന് നാം ഇന്ന് നല്ല ഇടയൻ്റെ ഞായറായി ആഘോഷിക്കുകയാണ്. തിരുവചനത്തിൽ ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിക്കുന്ന നല്ല ഇടയനായ ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. ഇടയൻ ആടുകളുടെ വാതിലാണ് എന്നാണ് പറയുന്നത്. ആലയിലേക്ക് ആടുകളെ കയറ്റിയതിന് ശേഷം ആലയുടെ കുറുകെ വാതിൽ കണക്കെ ഇടയൻ കിടക്കും. പുറത്തു നിന്നൊരു ചെന്നായ്ക്കോ വന്യമൃഗത്തിനോ ആലയിൽ കയറി ഒരാടിനെ പിടിക്കണമെങ്കിൽ ആദ്യം ഇടയനെ കൊല്ലണം. ഇടയനെ നശിപ്പിക്കാതെ തകർക്കാതെ ആലയ്ക്കകത്ത് കയറി ഒരാടിനെയും കരസ്ഥമാക്കാൻ ഒരു വന്യമൃഗത്തിനും കഴിയില്ല. അകത്തുള്ള ആടുകൾക്ക് തങ്ങളുടെ തന്നിഷ്ടപ്രകാരം പുറത്തേക്ക് പോകണമെങ്കിലും ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ കുറുകെ കിടക്കുന്ന ഇടയൻ്റെ നെഞ്ചത്ത് ചവിട്ടാതെ അകത്തുള്ള ഒരാടിനും പുറത്തേക്ക് പോകാൻ കഴിയില്ല. നല്ല ഇടയനാണ് ഞാൻ എന്ന് ക്രിസ്തു പറയുമ്പോൾ ക്രിസ്തു അർത്ഥമാക്കിയത് ഇത് തന്നെയാണ്. തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ വാതിലായി മാറുന്ന ഇടയൻ. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഇടയന്മാർ എന്ന് പറയുമ്പോൾ അത് വൈദികർ മാത്രമായിട്ട് ചുരുക്കേണ്ട കാര്യമില്ല. ഓരോ കുടുംബത്തിൻ്റെയും അപ്പനും അമ്മയും ഏതൊരു സ്ഥാപനത്തിൻ്റെ അധികാരികളൊക്കെ ഇടയന്മാർ തന്നെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ആയിരിക്കുന്നിടത്ത് കൂടെയുള്ളവർക്കുള്ള കരുതലായി, സംരക്ഷണമായി, സ്നേഹമായി മാറാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ ദിനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മദേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. അമ്മമാരുടെ മുമ്പിൽ കൂപ്പുകരങ്ങളോടെ നിൽക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കാരണം നാം ഇന്ന് ഈ ഭൂമിയുടെ സ്വന്തമായി മാറിയിട്ടുണ്ടെങ്കിൽ ജന്മം നൽകി വളർത്തി വലുതാക്കിയ അമ്മയുടെ കരുതലാണ്, സ്നേഹമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് അറിയുക. 9 മാസം വയറ്റിൽ ചുമന്നതിൻ്റെ മാത്രമല്ല, അതിനുശേഷവും എത്ര രാത്രികളിലെ ഉറക്കം ഈ അമ്മമാർ മക്കളായ നമുക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടില്ലെങ്കിൽ അവരും ഉണ്ണില്ല, നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ അവരും ഉറങ്ങില്ല. ഇതുപോലെ കരുതലുള്ള സ്നേഹം നൽകി വളർത്തി വലുതാക്കിയ അമ്മമാർക്ക് നാം ഇന്ന് എന്ത് കരുതലുള്ള സ്നേഹം ബാക്കി വച്ചിട്ടുണ്ട്. പലപ്പോഴും ഏറ്റവും അധികം ദേഷ്യപ്പെടുന്നത്, വഴക്കടിക്കുന്നത് ആരോടാ? അമ്മയോടാ. കാരണം അപ്പനോട് വഴക്കടിക്കാൻ ചെന്ന 2 കിട്ടും. അതുകൊണ്ട് തന്നെ മക്കൾ മറ്റുള്ളവരൊക്കെ അപ്പൻ്റെ അടുക്കൽ ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുള്ളൂ. എന്നാൽ അമ്മമാരുടെ അടുക്കൽ അതിൻ്റെ ആവശ്യമില്ല. എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് തന്നെ പഴി മുഴുവനും ആർക്കാ? പൊതുവെ അമ്മമാർക്ക് തന്നെ. കുറ്റപ്പെടുത്തലുകളൊക്കെ ആർക്കാ? പൊതുവെ അമ്മമാർക്ക് തന്നെയാ. എന്നിട്ടും പരിഭവങ്ങളില്ലാതെ, ആവലാതികളില്ലാതെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നത്, സ്നേഹിക്കാൻ പറ്റുന്നത് അമ്മമാർക്ക് തന്നെയാണ്. ഇത്രത്തോളം കരുതലുള്ള സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് വളർത്തി വലുതാക്കിയ എല്ലാ അമ്മമാർക്കും വേണ്ടി നമുക്കിന്നത്തെ ഈ ബലിയിലും പ്രത്യേകം പ്രാർത്ഥിക്കാം.